നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. റെഡിച്ചിൽ UK മലയാളി നഴ്സിന്റെ മരണത്തിന് പിന്നാലെ ഭർത്താവ് ജീവനൊടുക്കി. ചികിത്സയ്ക്ക് നാട്ടിൽ പോയി മടങ്ങിയെത്തിയ സോണിയ അനിൽ UK-യിൽ തിരിച്ചെത്തിയ ഉടനെ കുഴഞ്ഞു വീണ് മരണമടയുകയായിരുന്നു. ഇതിന്റെ മനോവിഷമത്തിൽ ഭർത്താവ് അനിൽ ചെറിയാൻ ജീവനൊടുക്കി. സോണിയയുടെ ആശ്രിത വിസയിലായിരുന്നു അനിൽ UK-യിൽ എത്തിയത്. സോണിയയുടെ മരണത്തോടെ ഇനിയെന്ത് എന്ന ചോദ്യം അനിലിനെ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഭാര്യ മരിച്ചതിനെ തുടർന്ന് ആശ്രിത വിസയിൽ വന്ന തന്റെയും മക്കളുടെയും UK-യിലെ ഭാവി അനിലിന് മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർന്നു വന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. റെഡിച്ചിലെ അലക്സാണ്ട്ര ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു അനിലിന്റെ ഭാര്യ സോണിയ. ഇതോടെ നിരാലംബരായത് ഇവരുടെ 2 കുട്ടികളാണ്. പോലീസ് നായയോട് ആക്രോശിച്ചതിനും വംശീയ അധിക്ഷേപം നടത്തിയതിനും ഒരാൾ ജയിലിലായി. ബ്രിസ്റ്റോളിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ റാലിയിൽ ജനങ്ങളെയും പോലീസിനെയും പോലീസ് നായയെയും ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയിൽ കുടുങ്ങിയതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച ബ്രാഡി മക്കാർത്തിക്ക് ശിക്ഷ വിധിച്ചത്. അഭയാർത്ഥികളെ പാർപ്പിച്ച ഒരു ഹോട്ടലിനെ ലക്ഷ്യമിട്ടിട്ടുള്ള കലാപത്തിൽ കൂടുതൽ ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 34-കാരനായ മക്കാർത്തി ബ്രിസ്റ്റോളിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ഓഗസ്റ്റ് 3-ന് കാസിൽ പാർക്കിലും ബ്രിസ്റ്റോൾ ബ്രിഡ്ജിലും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഹിയറിംഗിൽ മക്കാർത്തി ആരോപണങ്ങൾ സമ്മതിച്ചിരുന്നു. അക്രമം, ആയുധലംഘനങ്ങൾ, പബ്ലിക് ഓർഡർ എന്നിവയ്ക്ക് ഷെഫീൽഡ് ക്രൗൺ കോടതി ഇയാളെ 20 മാസത്തേക്കാണ് ശിക്ഷിച്ചത്. ചൊവ്വാഴ്ച വരെ 494 പേർക്കെതിരെ പബ്ലിക് ഓർഡറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് കേസെടുത്തിട്ടുണ്ടെന്ന് CPS അറിയിച്ചു. കൂടുതൽ പേർ ശിക്ഷിക്കപ്പെടുന്നത് തുടരുന്നതിനാൽ ലഭ്യമായ ജയിൽ സ്ഥലങ്ങളുടെ കുറവിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ചില സ്ഥലങ്ങളിൽ പുരുഷ ജയിലുകൾ 99% നിറഞ്ഞിരിക്കുകയാണ്. അതിനിടെ ചൊവ്വാഴ്ച സൗത്ത് പോർട്ട് കത്തിയാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കാണാൻ ചാൾസ് രാജാവ് സൗത്ത് പോർട്ടിലെത്തിയിരുന്നു. വെംബ്ലി സ്റ്റേഡിയത്തിൽ കൺസേർട്ടിനിടയിൽ സൗത്ത് പോർട്ടിലെ ടൈലർ സ്വിഫ്റ്റ് ഡാൻസ് ക്ലാസ്സിൽ കത്തിക്കുത്തേറ്റ 2 കുട്ടികളെ ബാക്ക് സ്റ്റേജിൽ വിളിച്ചു വരുത്തി അവരുമായി സമയം പങ്കുവയ്ക്കുകയും ചെയ്തു. NHS സ്കോട്ട്ലൻഡ് ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. നഴ്സുമാർക്കും ഹെൽത്ത് കെയർ സ്റ്റാഫിനും 5.5% വർധനവാണ് NHS പ്രഖ്യാപിച്ചത്. മിഡ്വൈഫുമാർ, പാരാമെഡിക്കുകൾ, അനുബന്ധ ആരോഗ്യ പ്രൊഫഷണലുകൾ, പോർട്ടർമാർ എന്നിവർ ഉൾപ്പെടെ ഏകദേശം 1,70,000 ജീവനക്കാർക്ക് 2024-25 ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടെ ഏപ്രിൽ മാസം മുതൽ ലഭിക്കും. നിർദ്ദിഷ്ട ശമ്പള വർധനവ് നടപ്പിലാക്കുന്നതിന് £448 മില്യൺ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. മലയാളികളിൽ ഭൂരിഭാഗവും ജോലി ചെയ്യുന്ന നഴ്സിംഗ് മേഖലയിലെ ശമ്പള വർധനവിൽ നിരാശരാണ് മിക്ക മലയാളി നഴ്സുമാരും. പണപ്പെരുപ്പത്തിനും ജീവിതച്ചെലവ് വർധനവിനും ആനുപാതികമായ ശമ്പള വർധനവ് ലഭിച്ചിട്ടില്ലെന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. വരും ദിവസങ്ങളിൽ തങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ ശമ്പള വർധനവിനെക്കുറിച്ചുള്ള അഭിപ്രായ സർവേ നടത്തുമെന്ന് RCN അറിയിച്ചു. പൗണ്ട് ഇന്ത്യൻ രൂപയ്ക്കെതിരെ എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. പൗണ്ടിന്റെ ഇന്നത്തെ റേറ്റ് രൂപയ്ക്കെതിരെ 109 രൂപ 20 പൈസയ്ക്ക് മുകളിലെത്തി. ഒരു യൂറോയുടെ റേറ്റ് 93.20ഉം ഒരു ഡോളറിന്റെ വിനിമയ നിരക്ക് 83.83ഉമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനയാണ് രൂപയുടെ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ പെട്രോളിയവും സ്വർണവും വലിയ തോതിൽ ഡോളറിനെ ആശ്രയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതും രൂപയുടെ ഇടിവിന് കാരണമാകുന്നു. നിലവിലെ സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയാനാണ് സാധ്യത. പൗണ്ടിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തകർച്ച ലോൺ എടുത്ത് UK-യിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ബാധ്യതകൾ സൃഷ്ടിക്കും. എന്നാൽ കുറഞ്ഞ ചിലവിൽ ആസ്തികൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ നിക്ഷേപകർക്ക് കാര്യങ്ങൾ അനുകൂലമാകും. ആളുകളെ കടത്തുന്ന സംഘങ്ങളെ തടയാൻ 100 സ്പെഷ്യലിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യാൻ ആഭ്യന്തര സെക്രട്ടറി. അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ആളുകളെ കടത്തുന്ന സംഘങ്ങളെ ലക്ഷ്യമിട്ട് 100 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഇന്റലിജൻസ് ഓഫീസർമാരെയും റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതി ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പർ പ്രഖ്യാപിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ നിയമിക്കുന്ന തൊഴിലുടമകളെ ലക്ഷ്യമിട്ട് ഇന്റലിജൻസ് നയിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തന പരിപാടി ഹോം ഓഫീസ് ആരംഭിക്കുമെന്ന് കൂപ്പർ പറഞ്ഞു. ഇതുവരെ 9 റിട്ടേൺ ഫ്ലൈറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഹോം ഓഫീസ് അറിയിച്ചു. അഭയം നൽകാത്തവരെ തിരികെ അയക്കാൻ UK-ക്ക് കരാറില്ലാത്ത രാജ്യങ്ങളിൽ നിന്നാണ് മിക്കവരും എത്തുന്നത്. തിങ്കളാഴ്ച 200-ലധികം ആളുകൾ ചെറിയ ബോട്ടുകൾ വഴി UK-യിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം ഇതുവരെ മൊത്തം 20,000 അനധികൃത കുടിയേറ്റക്കാരാണ് UK-യിൽ എത്തിയത്. ഒക്ടോബറിൽ ബജറ്റിൽ നികുതി കൂട്ടാനും ചെലവ് ചുരുക്കാനും റേച്ചൽ റീവ്സ് പദ്ധതിയിടുന്നു. ജെറമി ഹണ്ടിന്റെ മാർച്ചിലെ ബജറ്റ് സമയത്ത് ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി പ്രവചിച്ചതിനേക്കാൾ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 മാസങ്ങളിൽ £3 ബില്യൺ കൂടുതലാണ് വായ്പയെടുത്തതെന്ന് ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നു. ഇതേ തുടർന്ന് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമായി റോഡ്, റെയിൽ, ആശുപത്രി നിക്ഷേപം എന്നിവ ഒഴിവാക്കുകയാണെന്ന് റീവ്സ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു.
ദീർഘകാല സാമ്പത്തിക സ്വസ്ഥത ലക്ഷ്യമിട്ട് സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാനും പൊതുസേവനങ്ങൾക്ക് ഫണ്ട് നൽകാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ നടപടികൾ. ഈ പദ്ധതികളുടെ കൃത്യമായ വിശദാംശങ്ങൾ ബജറ്റ് പ്രഖ്യാപനത്തിൽ രൂപപ്പെടുത്തിയേക്കും. വാറ്റ്, ആദായ നികുതി, ദേശീയ ഇൻഷുറൻസ് തുടങ്ങിയ നികുതികൾ ഉയർത്തില്ലെന്ന് റീവ്സ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻഹെറിറ്റൻസ് ടാക്സ്, പെൻഷൻ നിയമങ്ങൾ പരിഷ്കരിക്കൽ, എനർജി പ്രോഫിറ്റ് ലഭിക്കൽ തുടങ്ങിയ മറ്റ് നടപടികളിൽ സാധ്യതയുള്ള വർധനവിനെക്കുറിച്ച് റീവ്സ് സൂചന നൽകി. കൂടാതെ നിരവധി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ വെട്ടിക്കുറയ്ക്കാനും പെൻഷൻകാർക്കുള്ള ശൈത്യകാല ഇന്ധന പേയ്മെന്റ് പരീക്ഷിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.